അബ്രഹാം തൻ്റെ മകന് പ്രായമായപ്പോൾ അവന് വേണ്ടി കല്യാണം ആലോചിക്കുകയാണ്. മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് മക്കൾ പ്രായമാകുമ്പോൾ അവർക്ക് വേണ്ടി വിവാഹം ആലോചിക്കണം. പിള്ളേർ പറയാനിടയായിരുന്നു, അപ്പം മോൻ ഞാൻ മൂത്ത് നരച്ച് നിൽക്കുന്നത് നീ കണ്ടില്ലയോ എന്ന് അപ്പൻ ചോദിക്കാനിടയായിരുന്നു. ഞാനിങ്ങനെ നിൽക്കുന്നത് നീ കണ്ടില്ലയോ എന്ന് അപ്പൻ ചോദിക്കാനിടയായിരുന്നു. അവർക്ക് വിവാഹപ്രായമാകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. പിള്ളേരോട് പറയാനുള്ളത്, കല്യാണമാകുമ്പോൾ നീ പരക്കം പാഞ്ഞ് നടക്കരുത്, അടങ്ങിയിരിക്കുക. ആദാമിന് വേണ്ടി ദൈവം തക്കതുണ ഒരുക്കി മുമ്പിൽ കൊണ്ടുവരും വരെ അവൻ സ്വസ്ഥനായിരുന്നു. ദൈവം നിനക്ക് വേണ്ടി മക്കളെ എല്ലാവർക്കും കൂടെ ചേർന്നങ്ങ് പറയാം, ചെറുപ്പക്കാരും ഉണ്ടല്ലോ, കരുതി വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒന്ന് നോക്കി വെക്കുമ്പോൾ പിശാച് തീരുമാനിക്കും നിന്നെ അവിടെ എത്തിക്കത്തില്ലെന്ന്. അവിടെ ദൈവം കരുതി വെച്ചത്, നോക്കി വെച്ചത് നിനക്ക് കിട്ടണം. അതിന് നീ കാത്തിരിക്കണം. അല്ല നീ തന്നെ ഈ കോളേജ് ക്യാമ്പസിലും YPA ക്യാമ്പിലും PIPA ക്യാമ്പിലും ബസ് സ്റ്റാൻഡിലും ഇണയെ നോക്കി നടക്കരുത്. ഈയിടെ ഒരു ചെറുക്കൻ പറയുന്നത് കേട്ട്, എനിക്ക് ഇമെയിലിലൂടെ ഒരു ഫീമെയിലിനെ കിട്ടിയെന്ന്. തപ്പി നടക്കരുത്. ഒരു ചെറുക്കൻ രാവിലെ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത്, ഗുഡ്നസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ മീ. മലയാളത്തിൽ നന്മയും കരുണയും എന്നെ പിന്തുടരും. ഇംഗ്ലീഷിൽ മേഴ്സി ഷാൽ ഫോളോ മീ. മേഴ്സി. ജംഗ്ഷനിൽ ചെന്നപ്പം തൊലിവെടുത്തൊരു പെണ്ണ് നിൽക്കുന്നു. ഇവൻ ചോദിച്ചു, എന്താ കൊച്ചേ നിൻ്റെ പേര്? അവൾ പറഞ്ഞു, മേഴ്സി എന്നാണ്. എന്തോ ഒരു നടത്തിപ്പാ, മേഴ്സി ഷാൽ ഫോളോ മീ. എൻ്റെ പുറകിന് പോരെ. ഞാൻ ഒത്തിരി കല്യാണം ഇവിടെ ഈ ഓഡിറ്റോറിയങ്ങളിൽ ഞാൻ നടത്താത്ത കല്യാണം അല്ലേ, നിങ്ങളൊക്കെ വരും ഇവിടെ അല്ല. ഇവിടെ ഞാൻ ഈ ഓഡിറ്റോറിയം എങ്ങും ഞാൻ നടത്താത്ത കല്യാണം ഇല്ല, ഇവിടെ അല്ല. ഞാനിവിടെ പറയും, മക്കളെ, പ്രേമം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, സൗന്ദര്യം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, പണം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്. ദൈവം യോജിപ്പിക്കുന്ന വിവാഹത്തിന് ദൈവം ഉത്തരവാദിയായിരിക്കും. തുടക്കം അവിടുന്ന് തുടങ്ങാം. ധൃതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നവൻ സാവകാശം ദുഃഖിക്കേണ്ടി വരും. ഒരു പെണ്ണിൻ്റെ അല്ലെ ചെറുക്കൻ്റെ സൗന്ദര്യം, ഇതൊത്തിരി പേർക്ക് പ്രയോജനമായിട്ട് പോട്ടങ്ങോട്ട്, സൗന്ദര്യം മാത്രം കണ്ട് കല്യാണം കഴിക്കുന്നവൻ ഒരു വീടിൻ്റെ പെയിൻറ്റ് കണ്ട് വിലയ്ക്ക് വാങ്ങുന്ന പോലെ ഉള്ളൂ. പെയിൻറ്റ് എപ്പോഴും പോകാം. അപ്പം അബ്രഹാം തൻ്റെ മോൻ ഇസഹാക്കിന് പെണ്ണ് കാണേണ്ടി വന്നപ്പം എലയാസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചുറ്റും പാർക്കുന്ന കനാന്യ കന്യകമാരിൽ നിന്ന് എൻ്റെ മോനെ ഭാര്യ എടുക്കരുത്, നീ സ്വന്തം നാട്ടിൽ ചെന്ന് അവിടുന്ന് എടുക്കണം. ലേവ്യ പുറപ്പാട് 2:1 എല്ലാം വായിക്കാൻ നോക്കുന്നില്ല, കുറിച്ചോ, പെട്ടെന്ന് പറഞ്ഞു പോവാം. കുറിച്ചോണം, നിങ്ങൾ ബുക്കൊക്കെ എടുത്തെന്ന് കുറിച്ചോ. ഒരു ലേവിയ പുരുഷൻ ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു. ഒരു ലേവിയ പുരുഷൻ ലേവിയ കന്യക. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കണം. സ്നാനപ്പെട്ടവൻ സ്നാനപ്പെട്ടവനെ വിവാഹം കഴിക്കണം. അഭിഷേകം പ്രാപിച്ചവൻ അഭിഷേകമുള്ളവനെ കല്യാണം കഴിക്കണം. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, നിന്റെ അപ്പനെ കരയിപ്പിച്ചു, നിന്റെ അമ്മയെ വേദനിപ്പിച്ചു, ദൈവത്തിൻ്റെ സഭയുടെ തലകുനിച്ചുമാകരുത് നീ വിവാഹവേദിയിൽ കയറേണ്ടത്. അവിടെ ആശീർവാദത്തോടെ ആയിരിക്കണം. പ്രായമാകും മുമ്പ് ഇണയെ തേടി നടക്കുക, ഇഷ്ടമുള്ളവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക, അപ്പനെയും അമ്മയും ഭീഷണിപ്പെടുത്തി വിവാഹം നടത്തുക, കെട്ടിച്ചു തന്നില്ലെങ്കിൽ കിണറ്റി ചാടും, ഞരമ്പ് മുറിക്കും, ഒളിച്ചോടും എന്നൊക്കെ പറയുക. ഇതൊന്നും ഒരു ക്രിസ്തീയ വീട്ടിൽ നടക്കാൻ പാടില്ല. വിവാഹം വിലപേറിയതാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 300ഓളം മാതാപിതാക്കൾ കോടതി വരാന്തയിൽ കാർഡിയാക് അറസ്റ്റ് വന്നും സ്ട്രോക്ക് വന്നും വീണു. അതൊന്നും വാർത്തയാകില്ല. എങ്ങനാ? 20 വയസ്സ് വരെ ഒരു അപ്പൻ നൽകുന്ന സ്നേഹം, ഒരു അമ്മ നൽകുന്ന സ്നേഹം. 25 വയസ്സ് വരെ ഒരു അപ്പൻ നൽകുന്ന സ്നേഹം, ഒരു അമ്മ നൽകുന്ന സ്നേഹം. 20-ാം വയസ്സിൽ
അല്ല 25-ാം വയസ്സിൽ പെണ്ണ് പല്ലിളിച്ച് കാണിച്ചാൽ അവിടെ പുറകിന് പോവും. ഒരു ചെറുക്കൻ കണ്ണടച്ച് കാണിച്ചാൽ അവിടെ പുറകിന് പോയി. സത്യത്തിൽ ഇതിലൊക്കെ 2-3 ദിവസം വെക്കേണ്ടതായി സെമിനാറൊക്കെ. വിശേഷ യോഗത്തേക്കാൾ പ്രധാനമാണ്. 20 വയസ്സ് വരെ അമ്മ സ്നേഹിച്ചു വളർത്തിക്കൊണ്ട് വന്നു. മോളെ കാണാനില്ല. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. 2 കോടതി ഹാജരായി. ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി. ജഡ്ജി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. ജഡ്ജി ചോദിക്കുന്നത്, 20 വയസ്സ് വരെ നിന്നെ വളർത്തിയ, അവർ ഉടുക്കാൻ നിന്നെ ഉടുപ്പിച്ച്, അവർ കഴിക്കാൻ നിന്നെ കഴിപ്പിച്ച്, നിന്നെ വളർത്തിയ നിൻ്റെ അപ്പനെ വേണോ? 25 വയസ്സ് വരെ നിന്നെ വളർത്തിയ അപ്പനെ വേണോ? 20 വയസ്സ് വരെ നിന്നെ വളർത്തിയ അമ്മയെ വേണോ? അതോ ഇന്നലെ പല്ലിളിച്ച് കാണിച്ച ചെറുക്കനെ വേണോ? കണ്ണടച്ച് കാണിച്ച പെണ്ണിനെ വേണോ? നിർദാക്ഷിണ്യം. അവൻ പറയും, അവൾ പറയും, അപ്പനെ വേണ്ട, അമ്മേ. 300ഓളം അപ്പനും അമ്മയാ സ്ട്രോക്ക് വന്ന് വീണേ. കാർഡിയാക്ക് അവിടെ നിന്ന് എടുത്തോണ്ട് പോവാ. അങ്ങനെ പറയുന്നവർ ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വിവാഹം കഴിക്കാനുള്ള ഓരോ ചെറുപ്പക്കാരും തീരുമാനമെടുക്കണം. എൻ്റെ അപ്പനെ കരയിപ്പിച്ച്, എൻ്റെ അമ്മയെ വേദനിപ്പിച്ച്, എൻ്റെ സഭയെ അപമാനിച്ച്, എൻ്റെ വീട്ടുകാരെ അപമാനിച്ചൊരു വിവാഹത്തിൽ ഞാൻ ഏർപ്പെടില്ല. പ്രേമത്തിന് കണ്ണില്ല, കാതില്ല, മൂക്കില്ല, ബെല്ലില്ല, ബ്രേക്കില്ല. അതുകൊണ്ടല്ലേ MBBS പഠിക്കാൻ പോയ പെണ്ണ് ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ പോയേ. ഇവിടൊക്കെ ഒത്തിരി സംഭവം നടക്കുന്നതല്ലേ. ജ്യൂസ്, എന്ത് അരിഷ്ടമാണ് ജ്യൂസ് കലക്കി കൊടുത്തല്ലേ ഇവിടെ അടുത്ത്. കിട്ടുന്ന ജ്യൂസെല്ലാം കൂടെ വാങ്ങി കുടിക്കാൻ പോകല്ലേ കൊച്ചുങ്ങളെ. എന്തെല്ലോ നടക്കുന്നത് പച്ചയ്ക്ക് കത്തിക്കുകയല്ലേ. അപ്പോൾ ഇസ്ഹാക്കിൻ്റെ വീട്ടിൽ നടന്നത്, ഒരു ഭക്തൻ്റെ വീട്ടിൽ നടക്കേണ്ടത്, അപ്പൻ സമയമാകുമ്പോൾ ആലോചിക്കുക. ഇപ്പം നിങ്ങൾക്കൊരാളെ ഇഷ്ടപ്പെട്ടു, അത് വീട്ടിലറിയിക്കുക. വീട്ടുകാരാലോചിച്ചിട്ട് നിങ്ങൾക്ക് ചേരുന്നതാണ് നടത്തണം, അല്ലേ? അല്ലെ തന്നില്ല ഞാൻ കെട്ടിത്തൂങ്ങും, ഞങ്ങൾ ഒളിച്ചോടുമെന്ന് പറയല്ലേ. ഉദാഹരണം, ഈ എലയാസർ റിബേക്കയെ എവിടെ വെച്ചാ കണ്ടേ? കിണറ്റിൻകരയിൽ വെച്ച്. എന്നോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ കിണറ്റിൻകര വെച്ച് പെങ്കൊച്ചിനെ കണ്ട് ദല്ലാളിന് ഇഷ്ടപ്പെട്ടെങ്കിലും അവിടെ വെച്ച് ഡീൽ ഉറപ്പിച്ചില്ല. ഡീൽ ഉറപ്പിച്ചത് വീട്ടിൽ ചെന്നാ. കോളേജിൽ വെച്ച് കണ്ട് നിങ്ങളിതങ്ങ് ഉറപ്പിക്കരുത്. അപ്പം എനിക്കിങ്ങനെ താല്പര്യമാണ്, കുഴപ്പമില്ല, ഇഷ്ടമാണോ ദൈവഹിതമാണോ? ഇവിടെ നീ തന്നെ തിരഞ്ഞെടുത്താൽ പിന്നെ എവിടെ ദൈവഹിതം എങ്ങനെ വെളിപ്പെടുന്നേ? നമ്മിൽ നിറവേറേണ്ടത് ദൈവഹിതമാണ്. കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. അപ്പോൾ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്, അതെല്ലാം എടുത്തു വായിക്കേണ്ട, വീട്ടിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഈ എലയാസർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അബ്രഹാമിനോട്. ഓക്കെ, ഞാൻ കല്യാണം ആലോചിക്കാൻ പക്ഷേ ഈ പെണ്ണ് എൻ്റെ അടുക്കൂടെ വന്നില്ലെങ്കിൽ ഞാൻ എന്നെ ചെയ്യണം. എലയാസർ അബ്രഹാം പറയുന്നൊരു പദമുണ്ട് 7-ാം വാക്യത്തിൽ. മോളെ ആരാ വായിക്കുന്നത്? മോനെ ആരാ വായിക്കുന്നത്? വായിക്കുക. 7-ാം വാക്യം വായിച്ച്. 7-ാം വാക്യം. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് നിന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് 3 തവണ ഇസ്ഹാക്കിന് എലയാസർ ചോദിച്ചു, ഈ പെങ്കൊച്ച് എൻ്റെ കൂടെ വന്നില്ലേ, എന്നാ ചെയ്യണം? അബ്രഹാം പറഞ്ഞു, കൊച്ച് നിൻ്റെ കൂടെ വന്നില്ലേ കുഴപ്പമില്ല, എൻ്റെ മോൻ പെണ്ണ് കെട്ടിയില്ലേലും എൻ്റെ കൊച്ചനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഇതായിരുന്നു 1-ാം തലമുറയുടെ തീരുമാനം. മോൻ പെണ്ണ് കെട്ടിയില്ലേലും ഗുണപ്പെടാത്തവൾ വീട്ടിൽ വരരുത്. പ്രൈസ് ലോർഡ്. എൻ്റെ മോക്ക് ചെറുക്കനെ കിട്ടിയില്ലേലും മദ്യപിക്കുന്നവൻ, പുകവലിക്കുന്നവൻ, പ്രാർത്ഥിക്കാത്തവൻ എൻ്റെ വീട്ടിൽ വരരുത്. രക്ഷിക്കപ്പെടാത്തവൻ്റെ വീട്ടിൽ കയറരുത്. സ്തോത്രം. പണ്ട് കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? രക്ഷിക്കപ്പെട്ടതാണോ?
പാസ്റ്റർമാർ പറയുന്നേ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ചതാണോ? ഇപ്പം ചോദിക്കുന്ന BSc നേഴ്സാണോ? 10 വയസ്സ് ചെറുക്കനൊക്കെ കൂടിയാലും കുഴപ്പമില്ലെന്ന്. ഇപ്പം ഈ ഇവിടുത്തെ പറഞ്ഞത് ദല്ലാളുമാർക്ക് അങ്ങനെ തന്നെയാണ്. ദല്ലാളുമാരാ കല്യാണം ആലോചിക്കുന്നത്. അവൻ ഏക്കെന്താ ഊക്കെന്താന്ന് അവനറിയാവും. അപ്പൻ ചോദിച്ചു പെണ്ണ് അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. ദല്ലാള് പറഞ്ഞു അവൾ അതിനും മാറത്തില്ലെന്ന്. അവൾ അതിനും എന്നൊക്കെ മിടുക്കിയാന്നാ പറഞ്ഞു. അയാൾക്കറിയാവോ? പണ്ട് പ്രാർത്ഥിക്കുന്നവൾ വീട്ടിൽ വരണം, കരയുന്നവൾ വീട്ടിൽ വരണം, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുന്നവൾ വീട്ടിൽ വരണം. പ്രാർത്ഥിക്കുന്നവൻ, വചനം ധ്യാനിക്കുന്നവൻ, യേശുവുള്ളവൻ എൻ്റെ മരുമോനാകണം, അല്ലാത്തവനെ വേണ്ട. പെങ്കൊച്ചുങ്ങളെ നിങ്ങൾ തീരുമാനം. ഞാൻ പറഞ്ഞില്ല, റെക്കോർഡ് ഭേദിച്ചുകൊണ്ടിരിക്കുക, കല്യാണം നടത്തില്ല. എല്ലാവരും പറയും നിങ്ങളുടെ കുഞ്ഞിന് കല്യാണം നടന്നില്ലെങ്കിലും രക്ഷിക്കപ്പെടാത്തവൻ, മദ്യപിക്കുന്നവൻ, പുകവലിക്കുന്നവൻ നിങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല. മക്കളെ പ്രാർത്ഥിച്ചോണം, ഗുണപ്പെടാത്തവനെ ഭർത്താവായി എടുക്കാൻ ഇടവരരുത്. പക്ഷേ അബ്രഹാം പറഞ്ഞൊരു പദം കേട്ടോ, എലയാസർ പറഞ്ഞു എന്തോ ചെയ്യണം? അബ്രഹാം പറഞ്ഞു, എന്നെ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം, എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എൻ്റെ കുഞ്ഞിനൊരു പെങ്കൊച്ചിനെ എടുക്കാൻ നിനക്ക് മുമ്പാകെ പോകും എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറയെ ദൈവം കൈവിടില്ല. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും. വാ തുറന്ന് കരമടിച്ച് ശക്തിയോടെ ഹോഷമ റഗനിയ ഹംതുനിയ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ തലമുറയെ ദൈവം കൈവിടില്ല. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി തക്ക തുണയെ ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെടും. എല്ലാവരും കരമടിച്ച് അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പറ. കല്യാണം കഴിക്കാനുള്ളവർ, മക്കളുടെ കല്യാണം നടന്നില്ലയോ, സ്വാരപ്പെടരുത്. യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ ദൈവം നോക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. അപ്പോൾ എത്ര അനുഗ്രഹമായിട്ടാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. ഇനിയും അവർ കല്യാണം കഴിഞ്ഞു, അത് പറയാൻ ഇത്തിരി തന്നെ വേണം, അത് പറയാനില്ല, ഞാൻ കട്ട് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹം ദൈവഹിതപ്രകാരമുള്ളത്. അത് 3 ഈ ആലോചന ഹോവയാം ദൈവത്താൽ വരുന്നു. 6 തവണയുണ്ട്. ആ ദൈവത്താലുള്ള ആലോചന നടക്കണം, പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ ആ വീട്ടിൽ 25-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. 25-ാം അധ്യായം 19 വാക്യങ്ങൾ വായിച്ചാട്ട്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശ പാരമ്പര്യമാവിത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പത്തൻ ആരാമിലുള്ള ആരാമ്യനായ ബെതൂവേലിന്റെ പുത്രിയും ആരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഹരിച്ചു. അപ്പം അവൾ വിവാഹം കഴിച്ചു. ഇനി സംഭവിക്കുന്നു, വായിക്കാട്ടെ. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ച് അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ. വായിച്ചാൽ മതി. അപ്പം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം അവിടെ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ മക്കളില്ലാത്തവർ പ്രാർത്ഥനയിലേക്ക് ഞാൻ വരാം. പക്ഷേ ആ വീട് ഞാൻ പറഞ്ഞ തുടക്കം വളരെ നല്ലതായിരുന്നു. ഇസഹാക്കിൻ്റെ വീട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസഹാക്കിൻ്റെ വീടാണ്. പക്ഷേ ആ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചു. നിങ്ങൾക്കറിയാമോ, ഇസഹാക്കിൻ്റെ വീട്ടിലാണ് ആദ്യത്തെ ഒളിച്ചോട്ടം നടന്നത്. കലഹം, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ശത്രുത, ജ്യേഷ്ഠൻ അനുജനെ കൊല്ലാൻ നോക്കുന്നു. ഒരു ഭക്തൻ്റെ വീട്ടിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നു. പിശാച് ക്രിസ്തീയ ഭവനങ്ങളെ നോട്ടമിട്ടിരിക്കുകയാണ്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളണം, നിന്നെ തന്നെ സൂക്ഷിക്കണം. സ്തോത്രം. ഒരു ഭക്തൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തത്, ഒരു വിശുദ്ധൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തത് നമ്മുടെ വീട്ടിൽ സംഭവിക്കരുത്, നമ്മുടെ സഭയിൽ സംഭവിക്കരുത്. ഞാൻ ഈ വിഷയങ്ങളിലേക്ക് വരും മുമ്പ് ഈ വേദപുസ്തകത്തിൽ ഈ ഭക്തന്മാരുടെ വാഴ്ച മാത്രമല്ല വീഴ്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
മോശ കൽപ്പലക എറിഞ്ഞുടച്ചത് ദൈവം അവനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു. യോന ദൈവ വഴി വിട്ടു പോയത് യോനയുടെ പുസ്തകത്തിൽ അവനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു. ദാവീദ് പാപം ചെയ്തത് അവനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു. ഭക്തന്മാരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചത്, ഒന്ന്, ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്. കൈ ഉയർത്തിയൊരു സ്തോത്രശക്തിയോട് പറഞ്ഞ്. രണ്ട്, ഇത് പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. സാധാരണ മനുഷ്യൻ എഴുതുമ്പോൾ അവൻ്റെ വീഴ്ചയൊന്നും അവൻ എഴുതത്തില്ല. ആത്മകഥ എഴുതുമ്പം അവൻ്റെ പുകഴ്ച എഴുതും. പക്ഷെ ദൈവം എഴുതിപ്പിച്ചാൽ നിൻ്റെ തെറ്റ് നിന്നെ കൊണ്ടത് എഴുതി വെപ്പിക്കും. ഇത് ദൈവാത്മാവ് എഴുതി. മൂന്ന്, നമുക്ക് മുന്നറിയിപ്പിന് വേണ്ടി എഴുതി. എന്ന് പറഞ്ഞാൽ അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്, അവർക്ക് പറ്റിയത് നമുക്ക് പറ്റരുത്, അതിനുവേണ്ടി എഴുതി. ഒന്നുകൂടെ നന്നായി കൈയടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്ക്. മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ഇനി ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ കുറിച്ചെടുക്കണം. മാതൃകയും അമാതൃകയും, അനുകരിക്കേണ്ടതും അനുകരിക്കാൻ പാടില്ലാത്തതും. അനുകരിക്കേണ്ടവയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് അവിടെ വായിച്ചത്? ഇവർ വിവാഹം കഴിച്ചു. പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ്, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒട്ടും എന്തില്ലായിരുന്നു, മക്കളില്ലായിരുന്നു. അപ്പോൾ അവിടെ എന്താ വായിച്ചത്? ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. എത്ര പ്രയാസമുള്ള കാര്യത്തിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? മുട്ടിമേ നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഏത് പ്രയാസമുള്ള കാര്യത്തിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ തലമുറയെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഒരു ഭക്തൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊന്നും സംഭവിക്കരുത്. തന്നെത്താൻ ഇടിക്കുക, ഭക്ഷണം വെച്ചിട്ട് പട്ടിണി കിടക്കുക, ഇതൊന്നും സംഭവിക്കരുത്. ചിലരുടെ ആയുധമാണ് മിണ്ടാതിരിപ്പ്. ചിലരുടെ ആയുധമാണ് ആരും അനങ്ങുന്നില്ല, തന്നെത്താൻ ഇടി. ചിലരുടെ ആയുധമാണ് പട്ടിണി കിടപ്പ്. എല്ലാം ചോറും എല്ലാം വെച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. എന്നിട്ട് തമ്മി പറയും, ഞാൻ ഭർത്താവിനോട് കഴിക്കുന്നില്ല, ഞാൻ കഴിക്കുന്നില്ല, എന്നിട്ട് ഞാനും കഴിക്കുന്നില്ല, ഭാര്യ പറയും. പിന്നെ പിള്ളേർ മാത്രമല്ല, നല്ലൊരു ചോറും കറിയും വെച്ചിട്ട് കഴിക്കാതെ കയറി കിടക്കും. നമ്മുടെ നാട്ടിലൊക്കെ പറയും, അത്താഴം ഉണ്ണാത്തവർ ഭാഗ്യവാന്മാർ, പിറ്റേ ദിവസം വഴുകഞ്ഞി കുടിക്കാം. ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഈ ലെഗ്യോൻ തന്നെത്താൻ ഇടിച്ചു, ചതച്ചു. അപ്പം ഇനി അമ്മാമ്മ തന്നെത്താൻ ഇടിക്കുമ്പോൾ നോക്കിക്കോണം, ലെഗ്യോൻ കയറി. അനക്കമില്ലല്ലോ, മുമ്പത്തെ സ്വോത്രമൊക്കെ ഇവിടെ പോയി. നല്ല മനസ്സിലാന്നോ? ഒരു ഭക്തൻ്റെ വീട്ടിൽ സംഭവിക്കരുത്. മിസ്രൈമിൻ്റെ വീട്ടിൽ നടക്കുന്നത് പോലെ. ഇടയ്ക്കിടയ്ക്ക് ആരുണ്ട് പണിയെന്ന് തോന്നല്ലോ, മോനെ പണിയരുത്, കിയോ കിയോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്, വെച്ചിട്ട് മാറിയിരിക്കും. മിസ്രൈമിൻ്റെ വീട്ടിൽ നടക്കുന്നത് പലതും നിന്റെ വീട്ടിൽ നടക്കരുത്. നിന്റെ വീട് കണ്ടിട്ട് പറയണം, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ. ഒരു ഭക്തൻ്റെ വീടാണ്. ഒരു ഭക്തൻ്റെ വീട് തിരിച്ചറിയണം. ചില വീടുകളുടെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പം ഫ്ലൈയിങ് സോസർ പറക്കുന്ന കാണാം, ഇങ്ങനെ പറക്കുന്ന കാണാം. ഒരിക്കൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരു ഉച്ചയായ സമയത്ത് കുറേ വീട് വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു ചോറുങ്കലം വന്ന് വീട്ടിൽ നിന്ന് വീണു. ഒരു ചോറുങ്കലം. അസ് പറഞ്ഞ് ചോറ് വന്നുള്ള കറി പറയുന്നു. ഞാൻ വിചാരിച്ച ഏലിയാവിന് കൊണ്ട് കൊടുത്ത പോലെ കിട്ടിയതാന്ന്. അപ്പം നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ ഉഗ്ര സ്റ്റണ്ടാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്രിസ്തു വീടിൻ്റെ നായകൻ. ക്രിസ്തു വീടിൻ്റെ നായകൻ ആ ചോറുങ്കലം റോഡിലാന്നേ ഉള്ളൂ. ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഏത് പ്രശ്നത്തിനും ശീലമാക്കണം. നിന്റെ തലമുറയെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം.
എൻ്റെ പ്രസംഗങ്ങൾ ഒത്തിരി വൈറലാണ്, നിങ്ങളൊക്കെ പലതും കേൾക്കുന്നുണ്ട്. അതിലൊരു പ്രശ്നം പണ്ട് കട്ടിങ് വന്നതെന്ന് ഞാൻ പറയാം. ഞാൻ കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൽ പ്രസംഗിക്കുമ്പോൾ സാധാരണ പ്രസംഗ സമയമാകുമ്പോൾ ഞാൻ കയറി ചെല്ലാറുള്ളൂ. അവിടെ ഞാൻ വീട്ടിൽ ചെന്ന് സോഫയിലിരിക്കുകയാണ്. പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി, ആകാശം മേഘാവൃതമായി, മഴ പെയ്യും തോന്നി. അവിടെ സ്റ്റേജേ ഉള്ളൂ, പബ്ലിക് പ്ലേസാണ്, സ്റ്റേജ് മാത്രം മറയുള്ളതാണ്. പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി, മഴ പെയ്യും തോന്നി. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞ് 4, 5, 6 വയസ്സുള്ളൊരു പെൺകുഞ്ഞ് പെട്ടെന്ന് എവിടുന്നോ വന്ന ഞാൻ ഇരിക്കുന്ന സോഫയുടെ അരികിൽ വന്നവൾ മുട്ടുകുത്തി. ഞാനിരിക്കുന്നതെന്ന് അവൾ നോക്കുന്നില്ല. ആ സോഫയെ കിടന്നൊരു ഒരു ഷാളെടുത്ത് അവൾ തലയിലിട്ടു. എന്നിട്ട് അവൾ ചിനുങ്ങിക്കൊണ്ട്, യേശോപ്പച്ചാ ഇന്ന് മഴ പെയ്യിക്കല്ലേ, നിന്റെ ദാസിന് പ്രസംഗിക്കാനുള്ളതാണ്. ഞാൻ കരഞ്ഞുപോയി. ആകാശം മേഘാവൃതമായപ്പോൾ മഴ പെയ്യുമെന്ന് കണ്ടപ്പോൾ ഈ കുഞ്ഞിനോട് ആരാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിന്മേൽ നിൽക്കണമെന്ന് ആരാണ് ഇവളെ പഠിപ്പിച്ചത്? പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ തുണിയിടണമെന്ന് ആരാണ് ഇവളോട് പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ ചിണുങ്ങണമെന്ന് ആരാണ് ഇവളോട് പറഞ്ഞത്? ഒന്നുകിൽ അവിടെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ മമ്മിയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് വൈകിയ സമയത്ത് വന്ന മാതാപിതാക്കളോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ മുട്ടിന്മേൽ നിൽപ്പാൻ നിന്റെ തലമുറയെ പഠിപ്പിക്കണം. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ നിന്റെ തലമുറയെ പഠിപ്പിക്കണം. ആരാധിപ്പാൻ നിന്റെ തലമുറയെ പഠിപ്പിക്കണം. കയറെടുക്കാനല്ല പഠിപ്പിക്കേണ്ടത്, നരമ്പ് മുറിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, വിഷം കഴിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. ഏത് പ്രതിസന്ധിയെയും മുട്ടിന്മേൽ നേരിടാൻ പഠിപ്പിക്കണം. പ്രാർത്ഥിച്ചു. അപ്പം നിസ്സഹാക്ക് പ്രാർത്ഥിച്ചു തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ലൂക്കോസിന് സുവിശേഷം 1:12-13 സക്കറിയാവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മക്കളില്ലാഞ്ഞപ്പം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഭക്തന്മാരെല്ലാം ആ കാലഘട്ടത്തിലൊക്കെ പ്രാർത്ഥിച്ച് നേടുന്നവരായിരുന്നു. അടുത്തൊരു വിഷയം കൂടെ ഒന്ന് വായിച്ചേ, പെട്ടെന്ന് നമ്മളെ നിർത്തിയെടുത്ത് വായിച്ചേ. ആരും വായിച്ചോ? നിങ്ങൾ ആരിലും ഒരാൾ വായിക്കും, 2 പേരിൽ ഒരാൾ വായിക്കുക. ക്ലിയർ ആകണം എനിക്ക്, ഈ ഫോഴ്സ് വരുമ്പം വേണം. അപ്പം നമ്മൾ വായിച്ച് നിർത്തിയെടുത്തു എന്ന് വായിച്ചാട്ട്. 20 ഏതായിരുന്നു വായിച്ചേ? അബ്രഹാമിന്റെ മകനായ, അവിടെ മൊത്തം വായിക്കണ്ട. പ്രാർത്ഥിച്ചു, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. കൈ ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞാട്ട്. ഒന്ന്, പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കുക. മുമ്പേ ഞാൻ പറഞ്ഞ സക്രിയാവും പ്രാർത്ഥന. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിക്കും. അപ്പം ഭർത്താവ് പ്രാർത്ഥിച്ചു ഭാര്യയ്ക്ക് വേണ്ടി. അപ്പം പ്രാർത്ഥിച്ചാൽ നടക്കും, ഇല്ലേ? അങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞപ്പം ഗർഭത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. അവർ തിക്കാൻ തുടങ്ങിയപ്പോൾ അന്നേരം എവിടെ ചെന്നു? റിബേക്ക എവിടെ ചെന്നു? ദൈവസന്നിധി ചെന്നു. എന്താണെന്ന് ചോദിക്കാൻ. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഏത് വിഷയത്തിലും ഒന്നിച്ച് പ്രാർത്ഥിച്ച് നേടുക, പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥിച്ച് നന്മകൾ തേടുക. 2, പ്രതിസന്ധികളിൽ ദൈവശബ്ദം കേൾക്കുക. പറഞ്ഞാട്ട്, പ്രതിസന്ധികളിൽ ദൈവശബ്ദം കേൾക്കുക. അപ്പം ഞാൻ പറയാൻ വന്നത്, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ചിന്തിച്ചേ, ഒരു 50 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ഇത്രയും പറ, ഹോസ്പിറ്റലുണ്ടായിരുന്നു. അന്ന് ഏത് പ്രശ്നത്തിനും എവിടായിരുന്നു പരിഹാരം പാസ്റ്ററെ? ദൈവസന്നിധി. ഹാർട്ട് അറ്റാക്ക് വന്നാലും കണ്ണുനീരോട് പ്രാർത്ഥിക്കുക, ഭ്രാന്ത് വന്നാലും പ്രാർത്ഥിക്കുക, ക്യാൻസർ വന്നാലും പ്രാർത്ഥിക്കുക, മക്കളില്ലെങ്കിലും പ്രാർത്ഥിക്കുക. അല്ലേ? എവിടായിരുന്നു ഗൈനക്കോളജിസ്റ്റ്? കൊണ്ടേ കാശ് ആർക്കായിരുന്നു? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അന്നത്തെ ദൈവം സ്ഥലം മാറിപ്പോയോ? അന്നത്തെ ദൈവത്തിന് ട്രാൻസ്ഫർ വന്നോ? അന്നത്തെ ദൈവം ഇന്നും ജീവിക്കുന്നു.
വാ തുറന്ന് കരമടിച്ച് സ്തോത്രം പറഞ്ഞു. ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമല്ലേ? ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കണം. ഇത് മക്കളെ പഠിപ്പിക്കണം. അതാ ഞാൻ പറഞ്ഞേ, നിന്റെ തലമുറ ഇത് പഠിപ്പിക്കണം. ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ച് നേടണം. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞ എന്താ? അടുത്തത് എന്താ പറഞ്ഞേ? അതാണ്ടിരിക്കും. എന്താ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞ എന്താ? അത് പറഞ്ഞു. രണ്ടാമത് എന്താ പറഞ്ഞേ? ഈ എഴുതിയിടാനതാ പറഞ്ഞേ. എന്താ പറഞ്ഞത്? ഏത് പ്രതിസന്ധിയിലും ദൈവശബ്ദം കേൾക്കുക. ദൈവശബ്ദം കേൾക്കാൻ നീ ഒരു പ്രവാചകൻ അന്വേഷിച്ച് പോകണ്ട. ദൈവം എല്ലാവർക്കും സൂക്ഷിക്കുന്നുണ്ട്. പ്രവാചകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർത്തോണം, നിന്നോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. നീ വേദനയോട് മുട്ടുകുത്തിയാൽ നിന്നോടവൻ സംസാരിക്കുന്ന ദൈവമാണ്. അന്ന് രാത്രി കൈ അടിച്ച് നെഞ്ചത്തെ കൈവച്ചോണ്ടൊക്കെ പറ, എന്നോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. എന്താ നീ വിശ്വസിക്കാതെ? നിന്നോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. റിബേക്ക ദൈവത്തിൽ പോയെന്ന് കരഞ്ഞു. ഇപ്പോഴാണ് ആദ്യം ആരുടെ അടുക്ക പോവും? ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുക്ക പോവും. ഗർഭിണിയാണ്, 2 പിള്ളേരുണ്ട്. അത് 2 പിള്ളേരുണ്ടെന്ന് പോലും അറിയാനൊക്കെ തമ്പുരാനല്ലേ പറഞ്ഞേ. ഇത് സ്കാനൊക്കെ ചെയ്താലോ? അല്ല, തമ്പുരാൻ പറഞ്ഞു 2 എണ്ണം ഉണ്ടെന്ന്. അതിലൊരുത്തൻ ഇളയവൻ, മൂത്തവൻ ഇളയവനെ സേവിക്കും. അതൊക്കെ ഒരു നോട്ട് ചെയ്തോണം, മറക്കരുത്. പിന്നെ ചോദിക്കും. ഇപ്പോഴാണെങ്കിൽ പറയും ഗൈനക്കോളജിനെ കാണുക. അവർ പറയും 2നെയും തട്ടിയേരെന്ന്. ഒന്നീ അമ്മ അല്ലെങ്കിൽ പിള്ളേർ, അതുകൊണ്ട് പിള്ളേരെ കൊന്നേക്കാൻ പറയും, അബോർഷൻ ചെയ്തേക്കാൻ പറയും. മനസ്സിലായില്ലേ? ഈ ഭാര്യയും ഭർത്താവിടെ ചെറിയ പ്രശ്നം ഉണ്ടായ പണ്ട് മുട്ടിമ്മ എന്ന് കൈയോർത്തൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഒന്നീ ഭാര്യ പ്രാർത്ഥിക്കുക, അച്ഛൻ ഏതാണ്ടൊക്കെ എന്നോട് ഇതൊക്കെ തോന്നുന്നു, ഏതൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അപ്പം അച്ഛനൊരു മാനസാന്തരം കൊടുക്കണേ. അച്ചായനും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഏതൊക്കെ അനുസരണക്കേടുണ്ട്, ക്രമപ്പെടുത്തണേ. ഇപ്പോഴാണ് നേരെ വക്കീലിൻ്റെ അടുക്ക ചെല്ലും, ഇനി കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളെ 2 പേരും 2 തരാമെന്ന് പറഞ്ഞു. അപ്പം ഈ റിബേക്കയുടെ കാലത്ത് ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്തതിനായി സ്തോത്രം അല്ലേ? സ്തോത്രം. നിന്നോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. ഏത് പ്രതിസന്ധിയിലും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. ഏത് പ്രതിസന്ധിയിലും ദൈവശബ്ദം കേൾക്കാൻ റെഡിയാകുക. കൈ ഒന്ന് ഉയർത്തിയാടി സ്തോത്രം പറഞ്ഞേ. ഈ നമ്മൾ പെന്തക്കോസ്തുകാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദൈവദാസന്മാരെല്ലാം ബഹുമാനിക്കുന്ന ആളാണ്. എല്ലാ ശുശ്രൂഷയും ദൈവത്തിന് പ്രകാരം വേദപുസ്തകത്തിലുള്ളതെല്ലാം ഒന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ അരികിൽ നീ പോയി മുട്ടുകുത്തിയിരുന്ന് ഇങ്ങനെ അടിച്ച് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷയുടെ അകമ്പടിയോടെ, പിള്ളേരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണേ, ഈ അന്യഭാഷയുടെ അകമ്പടിയോടുകൂടെ അവർ പറയുന്നത് മാത്രമാണ് ദൈവശബ്ദം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് മുതൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴുതയിലൂടെ കഴിയും. ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാൻ കരിങ്കൽ ഭിത്തിയിലൂടെ സംസാരിക്കും. ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാൻ ഒരു വാക്കിലൂടെ കഴിയും. ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാൻ 1000 വാക്കിലൂടെ കഴിയും. ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത് പറയട്ടെ. നീ സഭാരാധനയ്ക്ക് ചെല്ലുമ്പോൾ ഭാരപ്പെട്ടൊരു വിഷയവുമായി നീ ആരാധനയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അന്നവിടെ പാട്ടുന്ന പാട്ടിൻ്റെ അടികളിൽ ഒന്നിലൂടെ ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ കഴിയും. നിനക്കുള്ള ദൂത പാട്ടിൻ്റെയും ഉള്ളടക്കം ചെയ്തിരിക്കും. ഓ ശബ റഗുനിയ, നിന്റെ വിഷയം ഒന്നും അറിയാതെ ദൈവത്തിൻ്റെ ദാസൻ എഴുന്നേറ്റ് വായിക്കുന്ന സങ്കീർത്തനത്തിൽ നിനക്കുള്ള ദൂത് ദൈവം വെച്ചിരിക്കും. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി, ഒരു പാവപ്പെട്ട സഹോദരൻ, നിന്റെ വിഷയമൊന്നും അറിയത്തില്ലെങ്കിലും അവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ വാചകത്തിൽ നിനക്കുള്ള സന്ദേശമുണ്ടായിരിക്കും. നിന്റെ വിഷയമൊന്നും അറിയാതെ വചനം പ്രസംഗിപ്പാൻ എഴുന്നേൽക്കുന്ന ദൈവദാസൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ദൈവദാസന്റെ വായിലൂടെ നിനക്കുള്ള ആലോചന ദൈവം അറിയിക്കും. ഒന്നും അറിയാതെ വഴിയിലൂടെ പോയി ഒരു ദൈവദാസൻ വലിഞ്ഞു കയറി നിന്റെ സഭായോഗത്തിന് വന്നതാണെങ്കിലും ഒരുപക്ഷെ ഭാരപ്പെടുന്ന കരയുന്ന നിനക്കുള്ള സന്ദേശം ആ ദൈവഭൃത്യന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു വിടും. അതാ ദൈവദൂത്. ദൈവത്തിന് എപ്പോഴും സംസാരിക്കാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാറിലൊന്നുമല്ല ഇവിടെയൊക്കെ വന്നത്, പ്രസംഗിച്ചത് ബസ്സിനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്കൂട്ടർ കിട്ടി, അതേലായി. ഈ ബസ്സെന്ന് പറഞ്ഞാൽ ബസ് കണ്ടാൽ ഛർദ്ദിക്കുന്നവനായിരുന്നു ഞാൻ.
മണമടിച്ചാൽ മതി. ഛർദ്ദിച്ച് ഇടപാട് തീർന്ന് വന്ന് പ്രസംഗിക്കുന്നൊന്ന് ചിന്തിച്ചേ. ആരും അറിഞ്ഞില്ല. തിരിച്ച് വണ്ടിയെ കയറുമ്പം കാറ്റാ, കുമളിയിലൊക്കെ പോയിട്ട് വരുമ്പം അപ്പോൾ ഷട്ടറോട് ഇട്ടാൽ പിന്നെ പോയി പണി. ഷട്ടറോട്ട് പൊക്കുമ്പോഴേ പേടിയാ. ഏറ്റവും പുറകിൽ പോയിരിക്കും. കാരണം അവിടെ ബസ്സിനകത്ത് ഒരാൾ ഛർദ്ദിച്ചാൽ സകലൊരു നോട്ടപ്പുള്ളിയാണ് നമ്മൾ. അങ്ങനെ ഒരിക്കലും ഞാൻ പ്രസംഗിക്കാനായി പെരുമ്പാവൂർ പോവുകയാണ്. നിൽക്കുകയാണ്, ഇരിക്കാൻ സീറ്റ് കിട്ടില്ല, പിടിച്ചിരിക്കുക, നിന്ന് പോയി പ്രസംഗിക്കണം എന്ന് ചിന്തിച്ചേ. അങ്ങനെ ആടിയൊലയുന്ന ബസ്സിൽ വെച്ച് ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരിടത്ത് ബസ് നിർത്തിയപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു പുറകോട്ട് നോക്കാൻ പറഞ്ഞു, മുറ്റത്ത് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു, പുറത്തേക്ക്. അവിടെ നോക്കുമ്പോൾ കത്തോലിക്ക പള്ളിയോട് ചേർന്ന് വലിയൊരു സ്കൂള്. ആ സ്കൂളിൻ്റെ ഭിത്തിയിൽ മുഴുവൻ വേദവാക്യം എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ കയറിയ സൂപ്പർ ഫാസ്റ്റ് ബസ് നിന്നതിൻ്റെ നേരെ നോക്കുമ്പോൾ ഒരു വാക്യം. ആ വാക്യം ഇതായിരുന്നു: പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ വാക്യത്തിന് ഇത്ര മനോഹാരിതയുണ്ടെന്ന് എന്തൊരിടപെടല. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന് നിന്നോട് കഴുതയിലൂടെ സംസാരിക്കാൻ കഴിയും, കരിങ്കൽ ഭിത്തിയിലൂടെ സംസാരിക്കാൻ കഴിയും. നീ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നോട് സംസാരിക്കും. അപ്പൊ ഏത് പ്രതിസന്ധിയിലും മാതാപിതാക്കളെ നിങ്ങൾ മുട്ടുകുത്തിയിരിക്കണം. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം സംസാരിക്കും. അപ്പം ദൈവം അവളോട് സംസാരിച്ചു. അപ്പം എത്ര നല്ല കുടുംബമാണ് കേട്ടല്ലോ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. പക്ഷേ ആ വീട്ടിൽ എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് പ്രശ്നമുണ്ടായത്? നമുക്ക് നോക്കാം. 27-ാം അധ്യായം 1-ാം വാക്യം. അതിനു മുമ്പ് 25-ന്റെ 27, 28 വായിച്ചേ. 25-ന്റെ കുറിച്ചോണേ, 25-ന്റെ 27, 28 വാക്യങ്ങൾ. യെസ്, വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ, നമ്മുടെ സമയം പോയി. പെട്ടെന്ന്. കുട്ടികൾ വളർന്നു. ഇതുവരെ പിള്ളേർ ജനിച്ച കാര്യം വരെ പറഞ്ഞു. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവനെ സ്നേഹിച്ചു. പിന്നെ റെബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. തൊട്ട് തുടങ്ങുന്ന അവിടെയാണ്. അപ്പൻ ഇഞ്ചി പക്ഷ, അമ്മയ്ക്ക് കൊഞ്ചു പക്ഷ. അപ്പൻ ചേട്ടനെ സ്നേഹിച്ചു, അമ്മ പറയുന്നേ അനുജനെ സ്നേഹിച്ചു. ക്ലാസ് മാറിയില്ലേ? ഇനി 27-ന്റെ 1 വായിച്ചേ, പെട്ടെന്ന്, നമുക്ക് സമയമില്ലാത്തോണ്ടാ. 27-ന്റെ 1 വായിച്ചേ മോളെ. ഇസ്ഹാക്ക് വൃദ്ധനായി. അവന്റെ കണ്ണ് കാണുവാൻ വയ്യാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ച് അവനോട്, മകനെ എന്തു പറഞ്ഞു? അവൻ അവനോട്, ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണ ദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ട വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് തന്റെ മകനായ ഏശാവോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, സംഭവിക്കുന്നേ, മുമ്പേ മൂത്തവനെ അപ്പൻ സ്നേഹിച്ചു, ഇളയവനെ പറയുന്നേ അമ്മ സ്നേഹിച്ചു. ഇവിടെന്താ, മൂത്തവനെ അനുഗ്രഹിക്കാൻ അപ്പൻ തീരുമാനിച്ചു, അത് അടിച്ചു മാറ്റി അനുജന് കൊടുക്കാൻ അമ്മ പ്ലാൻ ചെയ്തു. അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? മക്കളെ ഇരുവരെ ഒന്നിച്ച് നിർത്തി അനുഗ്രഹിക്കണമായിരുന്നു, മക്കളെ ഒരുപോലെ സ്നേഹിക്കണമായിരുന്നു. പല വീടിൻ്റെയും പ്രശ്നം ഇതാണ്, മക്കളെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെയൊക്കെ അവസ്ഥ മാറിയിട്ടുണ്ട്. പണ്ട് ആൺപിള്ളേർക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കും, പെൺപിള്ളേർക്ക് വഴുങ്ങഞ്ഞിയും അതും ഇതൊക്കെ കൊടുക്കുമായിരുന്നു. അതൊക്കെ മാറി, പിള്ളേർ സമ്മതിക്കുന്നില്ല. വേറുകൃത്യം പാടില്ല. വേറുകൃത്യം പിള്ളേർക്ക് തോന്നും. പിള്ളേർ തമ്മിൽ പറയാ, മൂത്തവനോടാ സ്നേഹം, ഇളയവനോടാ സ്നേഹം എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരോടും ഒരു സ്നേഹമായി. പിള്ളേരെ ഒരുപോലെ സ്നേഹിക്കണം. ഈ യാക്കോബിനും ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിനും ഇങ്ങനൊരു പെറ്റ് കാണിച്ചു. എന്താ യാക്കോബ് ചെയ്തത്? യോസഫിനെ കൂടുതൽ സ്നേഹിച്ച് പുള്ളിക്കാരനൊരു അങ്കി പണിതു. എൻ്റെ പൊന്നെ, ആ അങ്കി കിട്ടിയതോട് അവൻ്റെ കഷ്ടകാലം തുടങ്ങി.
മറ്റേ പിള്ളേരെല്ലാം കൂടെ അവനോട് അസൂയയായി. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇങ്ങനെ ഈ അങ്കി കൊടുത്തതല്ലേ കുഴപ്പം? കൊടുത്തെങ്കിൽ 12 പേർക്കും കൊടുക്കണമായിരുന്നു. ആണ്ടറായിരിക്കുന്നു നോക്കി. അപ്പം അമ്മയ്ക്ക് ഇഞ്ചി പക്ഷം, അപ്പന് കൊഞ്ചു പക്ഷം. വേറുകൃത്യം പാടില്ല. സ്നേഹത്തിൽ നിങ്ങളുടെ മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. അതുപോലെ ഈ മാതാപിതാക്കളോട് എന്നോട് കാര്യമില്ല ഞാൻ പറയാം. ഈ പിള്ളേരെ ദേഷ്യം വരുമ്പോഴും അല്ലാത്തതിലും കഴുതയെ, കാളെ, പോത്തെ, കുരങ്ങയെന്നൊന്നും വിളിക്കരുത്. അനങ്ങുന്നില്ലല്ലോ. മക്കളെ അങ്ങനെയൊന്നും വിളിക്കരുത്. അവർ കഴുതയാണെങ്കിൽ നിങ്ങൾ തള്ളക്കഴുതയാണ്. അവർ പോത്താണെങ്കിൽ നിങ്ങൾ വെട്ടുപോത്ത. അവർ കാളയാണ്, നിങ്ങൾ മുതുകാളെ. നിങ്ങൾ കുരങ്ങാണ്, വലിയ അവൻ്റെ കുരങ്ങാണ്, നിങ്ങൾ വലിയ കുരങ്ങ. പിള്ളേരെ വിളിക്കരുത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ ഞാൻ പറയാം. എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി. കുഞ്ഞുങ്ങളോട് ഇരിപ്പുണ്ടല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ ശാപവാക്കുകൾ പറയരുത്. അവരെ ശപിക്കരുത്. അവർ കേൾക്കെ നിങ്ങൾ ഒരിക്കലും പറയരുത്, ഇവൾ ജനിച്ചതോടുകൂടെ, ഇവൻ ജനിച്ചതോടി കഷ്ടകാലം ആരംഭിച്ചെന്ന്. ചിലരൊക്കെ അങ്ങനെ പറയും. നവോമിയുടെ വിടുമ്പ് നോക്കൂ. പുരുഷ ശബ്ദം നിലച്ച കുടുംബമായി മാറിയ കുടുംബം. അപ്പൻ ആദ്യം മരിച്ചു, 2 ആണുങ്ങളും. പക്ഷെ അവർ ഒരിക്കൽ പോലും പരസ്പരം കുറ്റപ്പെടുത്തിയില്ല. നവോമിക്ക് വേണേ പറയായിരുന്നു, ഈ പെണ്ണുങ്ങൾ വന്നു കയറിയതോടുകൂടെ കഷ്ടകാലം ആരംഭിച്ചെന്ന്. രൂത്തും ഓർപ്പയ്ക്കും രൂത്തിനും പറയാം, ഈ സ്ത്രീ ഭാഗ്യം കെട്ടവളാണ്. ഭർത്താവ് മരിച്ചു, ആൺപിള്ളാരും മരിച്ചു. പക്ഷെ അവർ പരസ്പരം കുറ്റം ആരോപിച്ചില്ല. നിങ്ങളുടെ വീട്ടിൽ പരസ്പരം കുറ്റപ്പെടുത്തൽ പാടില്ല. അതുമാത്രമല്ല, മക്കളെ കേക്ക് നീ ജനിച്ചോട് ഉള്ളതും പോയെന്ന് പറയരുത്. അവരുടെ വേദന വലുതായിരിക്കും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ലേയുടെ കണ്ണുനീർ ദൈവം കാണും. എബ്ബേസിൻ്റെ അതിർ ദൈവം വിസ്താരമാക്കും. റാഹേലിൻ്റെ ഹല്ലേലൂയ ഞരക്കം ദൈവം കേൾക്കും. ലേയുടെ കണ്ണുനീർ ദൈവം കാണും. ഹല്ലേലൂയ. നീ ആരെ അവഗണിക്കുന്നോ അവനെ പരിഗണിക്കുന്നൊരു സ്വർഗമുണ്ട്. ആരെ നീ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നോ അവനെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മക്കളെ, എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിൽ നീ അവഗണിക്കപ്പെടുന്നെങ്കിൽ, നിറത്തിൻ്റെയോ പണത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ പേരിൽ നീ മാറ്റി നിർത്തപ്പെടുന്നെങ്കിൽ ഭാരപ്പെടരുത്. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നിന്നെ എതിർക്കുന്ന എല്ലാവർക്കും മീതെ ദൈവം ഉയർത്തും. നിന്നെ മാറ്റി നിർത്തി എല്ലാവർക്കും മീതെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ തലമുറയെ എവിടൊക്കെ ആരൊക്കെ മാറ്റി നിർത്തിയോ അവരുടെ നടുവിൽ ദൈവം ഉയർത്തും. ശക്തിയോടെ കരമഴിച്ച് എന്നോടുള്ള ദൂതാന്ന് പറ. എന്നെ അവഗണിച്ചവർക്കാണ്ട്, എന്നെ വേർതിരിച്ച് നിർത്തിയവർക്കാണ്ട് എന്റെ ദൈവം എന്നെ ഉയർത്തും. ദേശിന്റെ അതിർദൈവം വിസ്തീർണമാകും. അതുപോലെ തന്നെ തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കണം. ഞാൻ ധൃതി വിടുകയാണ്. ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ കലകല്യാണത്തിനും പറയാറുണ്ട്, ഈ താമസിക്കുന്ന വീടും പറമ്പും വിൽക്കാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് പല ഭർത്താക്കന്മാരും ഭാര്യയോട് പറയുന്നത്, ഏത് തീരുമാനവും ഒന്നിച്ചെടുക്കണം. ചില വീടുകളിൽ അമ്മയും മക്കളും ചേർന്ന് തീരുമാനം എടുക്കും, അപ്പൻ അറിയിക്കുന്നില്ല ഒരു തീരുമാനം. മറ്റു ചിലയിടങ്ങളിൽ അപ്പൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കും. വേറെ ചിലയിടങ്ങളിൽ മക്കളാണ് തീരുമാനം എടുക്കുന്നത്. നോ, നിങ്ങൾ കുടുംബമായി വേണം തീരുമാനങ്ങൾ എന്തുമെടുക്കാൻ. മറ്റൊരു ഗൗരവമായ കാര്യത്തോടെ ഞാൻ പറയാം, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങൾ പരസ്പരം ധൈര്യപ്പെടുത്തണം. ഒന്ന് പറഞ്ഞേ, പരസ്പരം പറഞ്ഞേ, ഒന്നിച്ചത്. അല്ലാതെ പരസ്പരം ധൈര്യപ്പെടണം. അതായത് ഞാൻ പറയാം, ഇന്നലെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, ഇനിയാന്നും ഉണ്ടായിരുന്നു. ഈ ആഴ്ച പല കല്യാണം. ഇവിടെ 2 തവണ ഞാൻ വന്നിട്ട് പോയി. നെയ്യാർ ഡാമിന് അവിടെ കല്യാണം ഉണ്ടായിരുന്നു. അബ്രഹാം ഇസ്ഹാക്ക് ഒന്നിച്ച് നടക്കുകയാണ്.
നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിനോട് ഇസഹാക്ക് ഒരു ചോദ്യം ചോദിച്ചു. ഏതപ്പൻ്റെയും ചങ്ക് പൊള്ളുന്നൊരു ചോദ്യമായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? അപ്പാ, പറഞ്ഞാട്ട്, അപ്പാ, തീയുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? കാരണം യാഗവസ്തു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയാമായിരുന്നു ആരാധനയ്ക്ക് എന്തൊക്കെ വേണമെന്ന്. കേൾക്കുന്നുണ്ടോ? നിന്റെ തലമുറയെ സ്തോത്രം പറയാൻ പഠിപ്പിക്കേണ്ടത്, കൈയടിക്കാൻ പഠിപ്പിക്കേണ്ടത്, അന്യഭാഷ പറയാൻ പഠിപ്പിക്കേണ്ടത് സഭായോഗത്തിന് വന്നിട്ടല്ല. നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അവിടെ സ്തോത്രമുണ്ടെങ്കിൽ, അവിടെ ഹല്ലേലൂയ ഉണ്ടെങ്കിൽ, അവിടെ കൈയടി ഉണ്ടെങ്കിൽ, അവിടെ അന്യഭാഷ ഉണ്ടെങ്കിൽ, നിന്റെ തലമുറ ആരാധനയ്ക്ക് വന്നും കൈയടിക്കും, സ്തോത്രം പറയും. അപ്പം അവൻ യാഗം കണ്ടിട്ടുണ്ടതേ. യാഗത്തിന് എന്തൊക്കെ വേണമെന്ന് അവൻ അറിയാം. അപ്പം എൻ്റെ നോക്കിയോ, ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ എൻ്റെ ചർച്ചിൽ എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻറ്റ് പാസ്റ്റർ, ഇപ്പം അദ്ദേഹം മാറി, അദ്ദേഹം 7 വർഷം എൻ്റെ കൂടെ വന്നു. അദ്ദേഹം കണ്ട 4-5 പോകാൻ ഞങ്ങൾ കരയുക സഭ മുഴുവൻ. ഇസ്ഹാക്കും അപ്പൻ അബ്രഹാമും തമ്മിൽ നടന്നു നീങ്ങുമ്പോൾ അപ്രതീക്ഷിതമായൊരു വിളി, അപ്പാ, അപ്പാ, അപ്പാ. എന്താ മോനെ? യാഗവസ്തു ഇവിടെ. ആ കുഞ്ഞു വിചാരിച്ചത് അപ്പൻ യാഗവസ്തുവിനെ മറന്നെന്ന. അപ്പൻ ആട്ടുകൊറ്റനെ മറന്നെന്ന. ഞാനാണെ കരഞ്ഞു പോയേനെ, നിങ്ങളാണെ കരഞ്ഞേനെ. അപ്പൻ അപ്പോൾ പറയേണ്ടത് നീ തന്നാടാ ബലിമൃഗം. പക്ഷെ അപ്പൻ പറഞ്ഞു യഹോവയിരേ. ദൈവം എനിക്കൊരാട്ടിൻകുട്ടിയെ കരുതും പോലെ. അല്ലോ, മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അപ്പൻ തളരും, അമ്മ തളരും. അപ്പനും അമ്മയും തളരുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെടുത്തണം. യഹോവയിരേ, ദൈവം കരുതും അപ്പാ. നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം നമ്മളെ കൈവിടില്ല പപ്പാ. ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം. ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം. മക്കൾ തളരുമ്പോൾ അപ്പനും അമ്മയും തളരുമ്പോൾ മക്കൾ. യഹോവയിരേ, അപ്പ ദൈവം കരുതും. കൊച്ചേ, എടി പെണ്ണേ, ഭാര്യയോട് പറയണം, എടി പേര് വിളിച്ചിട്ട്, എന്താ നിങ്ങൾ വിളിച്ചിട്ട്, ഈ കൊച്ചേ നീ എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവം കരുതും. അപ്പ തളർന്നിരിക്കും പറയണം, പപ്പാ എന്തിനാ തളരുന്നേ? അച്ഛാ എന്തിനാ തളരുന്നേ? ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം നമ്മെ കൈവിടില്ല. ഹോവായിരെ, കൈ ഉയർത്തിപ്പിടിച്ച് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ പറ, ഹോവായിരെ, നീ ഇന്ന് രാത്രി ഭാരപ്പെട്ടതിനകത്തേക്ക് കയറി വന്ന വിഷയത്തെ നോക്കി പറ, ഹോവായിരെ. കൈകളടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് പറ, ഹോവായിരെ, എൻ്റെ ദൈവം കരുതും. ഹോവായിരേ. അതിൽ തമ്മി ധൈര്യപ്പെടുത്തണം. അല്ലാതെ ഇയാൾ അച്ചായം പോയി വിഷം വാങ്ങിച്ചുകൊണ്ട് പോവാ, കലത്തി നമുക്ക് ഒന്നിച്ച് ചാകാം എന്നല്ല പറയട്ടെ. പിള്ളേരെയും കൂടെ കിണറ്റിലിടി നമുക്ക് ചാടാം. റെയിൽവേ ട്രാക്ക് ഉണ്ട്, തപ്പ്, അവിടെ പോയി കിടക്കാം, ഒന്നിച്ച് ചാകാം. നോ, പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും. തമ്മിൽ ധൈര്യപ്പെടുത്തണം, ഒന്നിച്ച് തീരുമാനമെടുക്കണം. പല കാര്യം ഞാൻ പറഞ്ഞു, കുറിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇവിടെ പറ്റിയത്? ഒന്ന്, അപ്പൻ്റെ ധൃതി. അപ്പൻ ചിന്തിച്ചത് എന്താ? 22:1 നമ്മൾ വായിച്ചത്, ഞാൻ ചാകുന്നതിന് മുമ്പ് വേട്ടയിറച്ചി തിന്നിട്ട് നിന്നെ അനുഗ്രഹിക്കണം. പുള്ളിയുടെ ധൃതിയും പറച്ചിലും ഒക്കെ കണ്ടാൽ തോന്നും ഇപ്പം ചാകാൻ പോവാന്ന്. ചുമ്മാതായിരുന്നു. പുള്ളി വേണമെങ്കിൽ ചത്തില്ല. 23 വർഷം പുള്ളി ഈ യാക്കോബ് അവിടെ ഇവിടെ എല്ലാം പോയി കറങ്ങി വന്ന് പിന്നാണ് അപ്പനെ രണ്ടുപേരോട് അടക്കുന്നത്. 23 വർഷവും കൂടെ പുള്ളി കുറഞ്ഞ വർഷം ജീവിച്ചിരുന്നു. പുള്ളിയുടെ ധൃതി കേട്ടാൽ തോന്നുന്നു ഇപ്പം ചാകാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഉടനെ ആട്ടിറച്ചി തിന്നണമായിരുന്നു, വേട്ടിറച്ചി തിന്നണമായിരുന്നു. ചെറുക്കനോട് പറഞ്ഞു, കൊച്ചനെ നീ പോയി വാങ്ങിച്ചോട്ട് പാടാന്നു. അപ്പം അമ്മയുടെ ധൃതി അടുത്തത്. ഉടനെ അമ്മയ്ക്ക് അത് അടിച്ചു മാറ്റി ആർക്ക് കൊടുക്കണം? അനിയന് കൊടുക്കണം. 25-3 വായിച്ച നമ്മളെ
ജെനിസിസ് ചാപ്റ്റർ 25:33. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും 25:23 എന്തോ അത് അമ്മ പറയുന്ന അല്ലേ? ഓക്കെ. എന്നാൽ നമ്മൾ മുമ്പ് വായിച്ച പ്രാർത്ഥന നമ്മൾ നിർത്തിയല്ലോ. ഇളയവൻ മൂത്തവനേക്കാൾ വലിയവനാകുമെന്നൊരു വാഗ്ദത്തം ദൈവം നൽകിയിരുന്നില്ലേ? രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പം ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിരുന്നു. എന്താ? ഓൾറെഡി ആരാണ് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നേ? ഉറക്കെ പറ. ഇളയവൻ യാക്കോബ്. പിന്നെ ധൃതി, നീ ദൈവവാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന പിന്നെ ധൃതി കാണിക്കേണ്ട കാര്യം എന്താ? അപ്പൊ ഈ അമ്മയ്ക്ക് ദൈവവാഗ്ദത്ത വിശ്വാസമില്ലായിരുന്നു. ഈ സാറായ്ക്കും പറ്റിയത് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 4 വരെ വായിച്ചാൽ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ കാത്തിരുന്നിട്ട് കൊച്ചിനെ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹാഗാറിൻ്റെ അടുക്കപ്പാൻ പറഞ്ഞു. ഹാഗാർ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ സമയം പോകുന്നോണ്ടാ ഞാൻ 5-ാം വാക്യം വായിച്ചേ മോളെ. 5-ാം വാക്യം വായിച്ചേ. അപ്പോൾ സാറായി അബ്രാഹാമിനോട്, അപ്പോൾ സാറ 1 മുതൽ 4 വരെ വീട്ടിൽ പോയി വായിച്ചോണേ. ഇപ്പൊ ഞാൻ അപ്പോൾ സാറ അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഇയാളാണ് ഉത്തരവാദി എന്ന്. പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് എപ്പോഴും ഒന്ന്. ഉന്തിത്തള്ളി ഇയാളാണ് നോക്കി അങ്ങോട്ട് വിട്ടിട്ട് പോയി ഹാഗാറിൻ്റെ കൂടെ കിടന്നു. കൊച്ചുണ്ടാകട്ടെ, അവനായിരിക്കും വാക്കെന്ന് പറഞ്ഞ് ഇയാൾ പോയി കിടന്നു. പെട്ടെന്ന് ഇയാൾ പെണ്ണുമ്പുള്ള ഗർഭിണിയായപ്പോഴത്തേന് ഇവിടെ മട്ടവും മാറി. ചിലത് മുട്ടുമാറുമ്പോൾ മട്ടു മാറും. ഞാൻ പറയുന്നത് ധനസ്ഥിതി മാറുമ്പോൾ മനസ്ഥിതി മാറും. ഉടനെ പറയുക, എനിക്ക് ഭവിച്ച അന്യായത്തിന് താനൊരുത്തനാടോ ഇതിന് കാരണക്കാരൻ. വായിക്കുമോളെ. എന്നിട്ട് ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു, എന്നാൽ താൻ ഇയാളല്ലേ കൊടുത്തേ? തന്നു. എന്നിട്ട് എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി, യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി മതി. ഇവിടെ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണമായിരുന്നു. അവൾ വേറൊരു വഴി, ദൈവത്തിന്റെ പദ്ധതി വാഗ്ദത്തത്തെ കാത്തിരിക്കാതെ അവൾ അവിടെ വഴി നോക്കി. അതുകൊണ്ട് എന്ത് പറ്റി? വാഗ്ദത്ത സന്തതിക്ക് എതിരായ വലിയൊരു വംശം ഉളവായി വന്നു. ഇന്നും അവനോട് ശത്രുതയാണ്, യുദ്ധം ചെയ്യുകയാണ്. ഉണ്ടോ? അവൾ തന്നെ വലിച്ചു വെച്ചതല്ലേ. സ്തോത്രം. ദൈവം ഒരു വാഗ്ദത്തം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാഹചര്യമൊന്നും അനുകൂലമല്ലെങ്കിലും വാക്ക് പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. അനുകൂലമായി ഒന്നും കാണുന്നില്ലെങ്കിലും നിന്നോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനാകിയാൽ സംഭവിക്കും. കൈയൊന്നടിച്ച ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ധൃതിപ്പെടരുത്, വളഞ്ഞ വഴി നേക്കരുത്, കാത്തിരിക്കാൻ കഴിയണം. യാക്കോബ് യോസഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. 48-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 48-13 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് തൻ്റെ മകനായ യോസഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യോസഫ് എഫ്രൈം മനശ്ശയും പിടിച്ച് അപ്പൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മൂത്ത മകനെ വലം കൈ കൊണ്ട് പിടിച്ച് യാക്കോവിൻ്റെ ഇടം കൈക്ക് നേരെയും ഇളയ മകൻ മനശ്ശയെ വലം കൈ കൊണ്ട് പിടിച്ച് എവിടെ നിർത്തി? ഇടം കൈക്ക് നേരെയും നിർത്തി. അനുഗ്രഹിക്കാൻ പറഞ്ഞു. പക്ഷേ അകത്ത് അഭിഷേകമുള്ള, കണ്ണു മങ്ങിയിലും അകത്ത് അഭിഷേകമുള്ള യാക്കോബ് കൈ പിണച്ചു വെച്ചു. വലം കൈ മൂത്ത മകനായ എഫ്രൈമിൻ്റെ പേരിലും തലയിലും ഇടം കൈ ഇളയവനായ മനശ്ശയുടെ കയ്യിലും വെച്ചു. അപ്പം അനുഗ്രഹിക്കാൻ തുടങ്ങപ്പോൾ യോസഫ് വന്ന് പിടിച്ചു മാറ്റി. അപ്പം അപ്പനും വേറെ കൃത്യമുണ്ടോ? പിടിച്ച് കൈമാറ്റാൻ നോക്കി. അപ്പോൾ യാക്കോബ് പറഞ്ഞു, അല്ല മോനെ, എനിക്കറിയാം ഇവനും വലിയവനാകും, പക്ഷെ ഇവൻ അവനേക്കാൾ വലിയവനാകും. ഒരു ദൂത് നിന്നോട് പറയാം, നിന്റെ തലമുടമേൽ, നിന്റെ തലമുടമേൽ നിന്റെ മേൽ വെക്കുന്ന അനുഗ്രഹത്തിൻ്റെ കരം പൊക്കി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല.
കൈയടിച്ച് സന്തോഷത്തോടെ സ്തോത്രം പറ. നിന്റെ മേൽ വരേണ്ട അനുഗ്രഹം, നിന്റെ തലമുറയുടെ മേൽ വരേണ്ട അനുഗ്രഹം, നിന്റെ സന്താനത്തിന്മേൽ വരേണ്ട അനുഗ്രഹം പിടിച്ചു മാറ്റുവാൻ, മാറ്റിവെക്കുവാൻ ഒരു ശക്തി കഴിയില്ല. അപ്പം വിചാരിച്ചാൽ കഴിയില്ല. വിശ്വസിക്കുന്നവൻ ധൃതി കാണിക്കില്ല. നിനക്ക് ലഭിക്കേണ്ട ദൈവം നിനക്ക് തരുമെന്നേ. അവൻ ചെയ്തത് അവരെ ഒന്നിച്ച് അനുഗ്രഹിക്കണമായിരുന്നു. ഇവിടെ അപ്പൻ മൂത്ത മകനെ അനുഗ്രഹിക്കാൻ നോക്കുന്നു. അമ്മ അനുഗ്രഹം കൗശലത്തിലൂടെ അടിച്ചു മാറ്റാൻ നോക്കുന്നു. അവൻ പറഞ്ഞു, മോനെ നീ ആട്ടിൻകൂട്ടത്തിൽ നല്ലൊരു ആടിനെ പിടിച്ചുകൊണ്ട് വരണം, ഞാൻ ടേസ്റ്റായിട്ട് മട്ടൻ കറി വെച്ച് തരാം. അപ്പനല്ലേ, അമ്മയ്ക്കല്ലേ അപ്പൻ്റെ ടേസ്റ്റ് അറിയാവുന്നേ. അന്നേരം ഈ കൊച്ചൻ ചോദിക്കുന്നുണ്ട്, നേരം പോയതുകൊണ്ട് ഞാൻ കട്ട് ഷൂട്ട് ചെയ്യാണ്. അവൻ പറയുന്നുണ്ട്, ഈ അപ്പൻ എന്നെ തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഏശാവിൻ്റെ ദേഹമെല്ലാം രോമമുള്ളതാണ്. യാക്കോബിനും അതിനൊക്കെ പരിപാടിയുണ്ടടാ, അതിനൊക്കെ പരിപാടിയുണ്ട്. ഏശാവിൻ്റെ ഉടുപ്പെടുത്ത് യാക്കോബിനെ ഇടിപ്പിച്ചു. എന്നിട്ട് ഈ കൊച്ചനൊരു സംശയം, 27:41 വായിച്ചേ മോളെ, 27:41 വായിച്ചേ. എന്നിട്ട് ഒരു സംശയം വായിച്ചോ. 27. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദുഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന 11 വാക്യം വായിച്ചേ. 22:11. അതിന് യാക്കോബ് തന്റെ അമ്മയായ റിബേക്കയോട്, എന്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനും ആകുന്നുവല്ലോ, പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തുകയും എന്ന് പറഞ്ഞു. അവന്റെ അമ്മ അവന്റെ അമ്മ അവനോട്, അവളോട്, മകനെ നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ. നിന്റെ ശാപം എന്റെ മേൽ, കണ്ടോ, ആ ശാപം എന്റെ മേൽ വരട്ടെന്ന് മോനെ കൗശലം പഠിപ്പിക്കുക. അവന് പോകാൻ മനസ്സിലായിരുന്നു. അമ്മ പറഞ്ഞു, നീ പോ, ആ ശാപം എൻ്റെ വരട്ടെന്ന്. നിങ്ങൾക്കറിയാം, ആ ശാപം അമ്മയുടെ മേൽ ചെന്നു. അമ്മയ്ക്ക് ആ മകൻ്റെ നന്മ കാണാൻ കഴിഞ്ഞില്ല. വാർത്താവിനിമയം ഇല്ലാത്ത ഈ കാലത്ത്, എഴുത്തുകുത്തുകളില്ലാത്ത കാലത്ത് ദീർഘനാളുകൾ അമ്മയെ പിരിഞ്ഞിരുന്നു യാക്കോബ്. അവൻ്റെ അമ്മയുടെ മരണവേളയിൽ പോലും യാക്കോബിന് വന്നെത്താൻ കഴിഞ്ഞില്ല. തലമുറയെ കൗശലം പഠിപ്പിക്കരുത്. 2 ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 2 ക്രോണിക്കൽസ് നമ്മളെ എഴുത്ത് വായിച്ചാട്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവനൊരു സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അതല്യ എന്നു പേർ. അവൾ ഒമ്രിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗൃഹത്തിന്റെ വഴികളിൽ നടന്നു ദുഷ്ടത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവനെ ആലോചനക്കാരത്തിയായിരുന്നു. മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൗശലം പഠിപ്പിക്കരുത്. നിങ്ങൾ ആലോചനക്കാരിയാകരുത്. നിങ്ങളണ്ടിൽ ഒരു കൊച്ചനെ കുറ്റത്തിന് ശിക്ഷിച്ചപ്പോൾ കൊണ്ടുപോകുമ്പോൾ അമ്മ വന്ന് നിൽക്കുന്നു പറഞ്ഞ് കാണാൻ. അവൻ പറഞ്ഞു, എനിക്ക് അമ്മയെ കാണണ്ട, ഞാൻ ഈ വരത്തിലായത് എൻ്റെ അമ്മ നിമിത്തമാണ്. സ്കൂളിൽ പഠിക്കുമ്പം കൊച്ചു പെൻസിലും സ്ലേറ്റും ഒക്കെ മോട്ടിച്ചുകൊണ്ട് വരുമായിരുന്നു, പെൻസിലും പേനയൊക്കെ. അമ്മ അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ വലിയ മോഷണക്കാരനായി. ഞാൻ ആദ്യത്തെ ദിവസം ആ പെൻസിൽ മോട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ അടിച്ചിട്ട് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയൊരു മോഷ്ടാവാകില്ലായിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൗശലം പഠിപ്പിക്കരുത്. എന്നിട്ട് ഇവൻ ഇതെല്ലാം റെഡിയാക്കി അവിടെ കൊണ്ടുവന്ന് അപ്പന് സംശയം. അപ്പൻ ചോദിച്ചു, ഇത്ര വേഗത്തിൽ എവിടെ നിന്ന് കിട്ടി? 27:15-21. ഉടനെ അവൻ പറഞ്ഞൊരു കള്ളം കേൾക്കണോ? പിന്നെ റിബേക്ക വീട്ടിൽ തന്റെ പക്കലുള്ളതായ മൂത്ത മകൻ ഏശാവിന്റെ വിശേഷ വസ്ത്രമെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. അവൾ കോലാട്ടൻ വായിക്കണ്ട. അപ്പൻ ചോദിച്ചു, ഇത്ര വേഗത്തിൽ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഉടനെ അവന്റെ മറുപടി, നിന്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നു. അവനെ അമ്മയൊക്കെ കള്ളം. നിന്റെ ദൈവമായ യഹോവ എൻ്റെ പേർക്ക് ഒന്ന് പറയുന്നേ വരുത്തി തന്നു. അവൻ കൗശലത്തിൻ്റെ അങ്ങേ ആശാനായി മാറി. പണ്ട് ന്യൂസിലാൻഡിൽ നിന്നുള്ള ഏറ്റവും വലിയ പോക്കറ്റടിക്കാരിയും
ന്യൂയോർക്കിൽ നിന്നുള്ള ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനും ഒരു വിമാനത്തിൽ സഞ്ചരിച്ചു. എവിടെ നിന്നുള്ള? ന്യൂയോർക്കിൽ നിന്നുള്ള പോക്കറ്റടിക്കാരനും ന്യൂസിലാൻഡിൽ നിന്നുള്ള പോക്കറ്റടിക്കാരിയും ഒറ്റ വിമാനത്തിൽ സഞ്ചരിച്ചു. ആ യാത്രയിൽ ന്യൂസിലാൻഡിലെ പോക്കറ്റടിക്കാരി, ഏറ്റവും വലിയ പോക്കറ്റടിക്കാരി, ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ്റെ പോക്കറ്റടിച്ചു. സഹോദരിമാർ ചിലതൊക്കെ അങ്ങോട്ട് പ്രാഗൽഭ്യം തെളിയിച്ചാൽ ഒടുവിൽ ഇവന് ഭയങ്കര അതിശയം, എൻ്റെ പോക്കറ്റ് അടിച്ചോ. ഒടുവിൽ അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവർ കല്യാണം കഴിച്ചു. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുക, നൂരത്തില്ല. എന്തെല്ലാം നോക്കിയിട്ട് നൂരത്തില്ല. അവസാനം എങ്ങനെയോ നൂത്തപ്പോൾ ഒരു സുണ്ണക്കുരിശ് കയ്യിലിരിക്കുക. പ്രസവം എടുത്ത സൂതികർമ്മിണിയുടെ മാലയിലെ റോക്കറ്റ് ഇവൻ അടിച്ചു മാറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ്റെയും ഏറ്റവും വലിയ പോക്കറ്റടിക്കാരുടെയും മോൻ ജനിച്ചപ്പോഴേ പോക്കറ്റടി തുടങ്ങി. കണ്ടോ? കൗശലം. അപ്പന് വിടങ്ങുമില്ല, പട്ടായത്തിലില്ലെന്ന് പറഞ്ഞില്ല. പിള്ളേരോട് പറയാം അപ്പന് വിടില്ലെന്ന് പറഞ്ഞേക്കാൻ. നിന്റെ തലമുറയെ കൗശലം പഠിപ്പിക്കരുത്. സ്തോത്രം. ഈ യാക്കോബിന് എന്നാ പറ്റി? അവൻ്റെ ജീവിതകാലം മുഴുവൻ കളിപ്പീരായിരുന്നു. അപ്പനെ കളിപ്പിച്ച യാക്കോബിനെ അമ്മായിപ്പൻ കളിപ്പിച്ചു. കണ്ണ് കാണാത്ത അപ്പനെ കളിപ്പിച്ച യാക്കോബിനെ കണ്ണ് കാണുമ്പോൾ കളിപ്പിച്ചു. പട്ടാപ്പകൽ കളിപ്പിച്ചു, മക്കൾ കളിപ്പിച്ചു, വസ്ത്രം കാണിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ജീവിതകാലം മുഴുവനും കളിപ്പീര് മാത്രമല്ല, അവനെ പേരൂടെ കിട്ടി. എന്താ? ഉബായി, ചതിയൻ, കളിപ്പീരുകാരൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നേരോട് ജീവിക്കുക. നേരോട് ജീവിക്കുന്നവന് ദൈവം നന്മ മുടക്കുകയില്ല. നേരുള്ളവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവർക്കിരുട്ടിൽ വെളിച്ചമുദിക്കും. നേരുള്ളവൻ മുടിഞ്ഞു പോകുകയില്ല. ഇതൊക്കെ വാക്യങ്ങളുണ്ട്. നേരുള്ളവർക്ക് അവൻ രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു. നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കും. ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടം വന്നാലും കൗശലങ്ങളും തന്ത്രങ്ങളും പാടില്ല. വിവാഹ ജീവിതത്തിൽ കൗശലം പാടില്ല. ഒരു കാര്യത്തിലും കൗശലം പാടില്ല. നേരോട് ജീവിക്കുക. നേരോട് ജീവിക്കുക. കൈ ഉയർത്തിയുടെ സ്തോത്രം ശക്തിയോട് പറഞ്ഞേ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു രാജാവ് വന്ന് ഇസ്രായേൽ രാജാവിനോട് പറയുകയാണ്, നിൻ്റെ ഭാര്യയും പിള്ളേരും, ഭാര്യമാരും പിള്ളേരെയും ഞാൻ അടിമയാക്കാൻ പോവുകയാണ്, അവരെനിക്ക് തരണം. ഒന്നും കേൾക്കാതെ പുള്ളി പറഞ്ഞു കൊണ്ടുപോക്കോളം പറഞ്ഞു. പുള്ളി വിചാരിച്ച തമാശയാന്ന്. നമ്മളെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 5 ഇപ്പം ഞാൻ പറഞ്ഞതിന്റെ. ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി അവന്റെ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാൺമിൻ. എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ച് ചോദിച്ചു, എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു. വിരോധിച്ചില്ലെന്ന് പറഞ്ഞു. അടുത്തത്, എല്ലാ മൂപ്പന്മാരും സകല ജനവും അവനോട് നീ കേൾക്കരുത്, സമ്മതിക്കുകയും അരുതെന്ന് പറഞ്ഞു. ആകയാൽ ബെൻഹദദ് കൈ ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞേ. ഞാൻ പറയാൻ വരുന്നത്, നിന്റെ തലമുറയെ കൊള്ള ചെയ്യാൻ പിശാചു പദ്ധതി ഇടുമ്പോൾ നീ സമ്മതിക്കരുത്. എൻ്റെ തലമുറയെ കൊള്ളയിടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയണം. കൈ ഉയർത്തി പിശാചികൾക്ക് പറ, എൻ്റെ തലമുറയെ കൊള്ളയിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. കരമടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, എൻ്റെ സന്താനത്തെ കൊള്ളയിട്ട് കൊണ്ടുപോകാൻ പിശാചെ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ? 10-13 കോഴിക്കുഞ്ഞ് കാണും. പരുന്ത് വന്ന് റാഞ്ചാൻ തുടങ്ങുമ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ ചിറകിൽ വെച്ചിട്ട് അവൻ ഫൈറ്റ് ചെയ്യും. പരുന്ത് നേരെ അവൻ യുദ്ധം ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കും. ഞാനിന്ന് രാത്രി എൻ്റെ പ്രഭാഷണം അവസാനിക്കും പറയും, നിൻ്റെ തലമുറയെ കൊള്ള ചെയ്യുവാൻ, നിന്റെ തലമുറയെ മയക്കുമരുന്നടിമയാക്കാൻ, നിന്റെ തലമുറയെ ഹല്ലേലൂയ മദ്യത്തിനടിമയാക്കാൻ, നിന്റെ തലമുറയെ ആകാത്ത കൂട്ടുകെട്ടിൽ പ്യാടിക്കാൻ, നിന്റെ തലമുറയെ ആകാത്ത ബന്ധത്തിൽ കൊണ്ടുപോകാൻ, നിന്റെ തലമുറയെ ആകാത്ത വിവാഹത്തിൽ കൊണ്ടെത്തിക്കാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പറയണം, എൻ്റെ തലമുറ ഞാൻ വിട്ടുതരില്ല.
ഓ, കൈയടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, എൻ്റെ തലമുറയെ കൊള്ള ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിശാചേ, എൻ്റെ തലമുറയെ റാഞ്ചാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ തലമുറയെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രാർത്ഥനയുടെ വലയത്തിൽ, ആരാധനയുടെ വലയത്തിൽ രക്തക്കോട്ടയിൽ നിന്റെ തലമുറയെ മറച്ചോണം. പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ജാതികളുടെ മധ്യ നിന്റെ സന്തതിയെയും വംശങ്ങളുടെ മധ്യ നിന്റെ പ്രജയും അറിയും. അവരെ കാണുന്നവരൊക്കെ എന്തോ പറയും? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ സന്തതി എന്ന് പറയും. ഉൽപ്പത്തി പുസ്തകം 22:13 യാക്കോവിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും, ഞാൻ നിൻ്റെയും ദൈവമാണ് എന്ന് പറഞ്ഞാൽ, യാക്കോവേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ, ഞാൻ നിൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവമാ, ഞാൻ നിൻ്റെ അപ്പൻ്റെ ദൈവമാ, ഞാൻ നിൻ്റെയും ദൈവമാ. യാക്കോവേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, കൽദേ പട്ടണമായ ഊരിൽ നിന്ന് നിന്റെ വല്യപ്പനായ അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം ഞാനാ. അവന് വേണ്ടതെല്ലാം നൽകി ആദരിച്ച ദൈവം ഞാനാ. നിന്നെ നടത്താൻ ഞാൻ ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. ഓ യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ, മോറിയായുടെ ഉന്നതിയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ഒരു യാഗവസ്തുവായി കിടന്ന ഇസഹാക്കിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചവനാണ് ഞാൻ. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാൻ ശക്തനത്രേ. നിന്റെ വല്യപ്പൻ്റെ ദൈവം, നിന്റെ അപ്പൻ്റെ ദൈവം നിന്റെ ദൈവമാ. ഇന്ന് രാത്രി ഇവിടെ വന്ന മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ സന്താനം പറയണം, എൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവം, എൻ്റെ അപ്പച്ചൻ്റെ ദൈവം, എൻ്റെ പപ്പയുടെ ദൈവം, എൻ്റെ ദൈവം. അവിടെയാണ് രക്ഷപ്പെടുന്നത്. നിനക്ക് എത്ര ഏക്കർ റബ്ബർ തോട്ടം കിട്ടിയെന്നല്ല. ഒരു വാക്യോടെ നോക്കിക്കേ, 2 തിമോത്തിയോസ് 1:5 നമ്മളെ വായിച്ചോ? 2 തിമോത്തിയോസ് 1:5 എന്നൊരു പുസ്തകം അടച്ചോ? 2 തിമോത്തിയോസ് 1:5. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് പറയാണ്, തിമോത്തിയോസേ, നിന്റെ വല്യമ്മ എനിക്കറിയാം, വല്യമ്മച്ചി കൃപയുള്ളവളായിരുന്നു. നിന്റെ മമ്മി എനിക്കറിയാം, മമ്മി കൃപയുള്ളവളായിരുന്നു. ആ കൃപ ഞാൻ നിന്നിലും കാണുന്നു. മുമ്പേ യാക്കോവിനോട് പറഞ്ഞു നിന്റെ വല്യപ്പച്ചൻ ആത്മീയൻ, നിന്റെ പപ്പ കൃപയിൽ, നീയും എനിക്കുള്ളവൻ. വല്യപ്പച്ചൻ്റെ ദൈവം, അപ്പൻ്റെ ദൈവം, എൻ്റെ ദൈവം. ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ വല്യമ്മച്ചി കൃപയുള്ളവൾ, നിന്റെ മമ്മി കൃപയുള്ളവൾ, നീയും കൃപയുള്ളവൻ. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ ആ തീരുമാനം നിങ്ങൾ എടുക്കണം. എൻ്റെ അപ്പൻ്റെ ദൈവം, എൻ്റെ വല്യപ്പൻ്റെ ദൈവം, എൻ്റെ ദൈവം. എൻ്റെ വല്യമ്മച്ചിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, എൻ്റെ മമ്മിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്നിൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 59 അധ്യായം. എല്ലാവരും ബൈബിൾ തുറഞ്ഞേ, എല്ലാവരും ബൈബിൾ, ഇവിടെ കൊണ്ടുവന്നവരെല്ലാം ബൈബിൾ തുറന്നാട്ട്, കൊണ്ടുവന്ന എല്ലാവരും ബൈബിൾ എടുത്താട്ട്. യെശയ്യാ 59 അധ്യായം 21 വാക്യം മോള് വായിക്കും. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടെങ്കിൽ ഈ വാക്യത്തിൻ്റെ അടി വരയ്ക്കണം. ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും എൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ വരച്ച് കാണും. വരച്ചിട്ടില്ലാത്തവരെല്ലാം വരാം. പുതിയ ബൈബിളാണേലും വരാം. വായിക്കുമോളെ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാൾ വിട്ടുപോകയില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാണ്. ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം നിങ്ങൾക്ക് 2 തരം കെട്ടിടം തരാമെന്ന് മാത്രമല്ല, ഇവിടെ അല്ലാതെ ഇപ്പൊ പ്രസംഗം 5 ഏക്കർ സ്ഥലം തരാമെന്നല്ല, കനത്ത ബാങ്ക് ബാലൻസ് തരാമെന്നല്ല. അത് കിട്ടുമോ കിട്ടാതിരിക്കുകയോ കേട്ട്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാടും വിട്ടുമാറില്ല. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരും ഇവിടെ റോഡ് വിട്ട് പോകാൻ എല്ലാവരും എഴുന്നേറ്റാട്ട്. ഒരു കരം നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചാട്ട്, മറുകര സ്വർഗത്തേക്ക് പിടിച്ചാട്ട്, സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട്, ദൈവത്തോടൊന്ന് കരഞ്ഞാട്ട്, ദൈവമേ യേശുവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. പ്രാർത്ഥിച്ചാട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും
എൻ്റെ സന്തതിയുടെ വായിൽ നിന്ന് വിട്ടുമാറുന്ന നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരിക്കണം. നിന്റെ വായിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരിക്കണം. നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ? നിന്റെ വായിൽ ദൈവത്തിൻ്റെ വചനമുണ്ടോ? എത്ര പേർ പ്രാർത്ഥിക്കും? മക്കളെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, എൻ്റെ പപ്പയുടെ മേൽ വ്യാപരിക്കും ദൈവശക്തി, എൻ്റെ മമ്മിയുടെ മേൽ വ്യാപരിക്കും ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കണം. അവിടുത്തെ വഴിവിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. യഹോവയായ ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുക്കും. ജാതികളുടെ മധ്യയുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യയുടെ പ്രജയും അറിയും. അവരെ കാണുന്നവർ പറയും, ഇവരെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ സന്തതി. നീയും നിന്റെ തലമുറയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ സന്തതി എന്നറിയണം. ഇന്ന് രാത്രി സമർപ്പിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട്. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ശക്തിയുടെ വ്യാപരിക്കട്ടെ, നിന്റെ കൃപയുടെ വ്യാപരിക്കട്ടെ. ജാതികളുടെ മധ്യത്തിൽ ഞങ്ങളുടെ സന്തതിയെ തിരിച്ചറിയട്ടെ, വംശങ്ങളുടെ മധ്യ ഞങ്ങളുടെ പ്രജയെ തിരിച്ചറിയട്ടെ. അവരെ കാണുന്നവരൊക്കെ പറയട്ടെ, ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ സന്തതി എന്ന്. കർത്താവേ, ഞങ്ങളുടെ മേലുള്ള നിരയാത്മാവും ഞങ്ങളുടെ വായിൽ നീ തന്ന വചനവും ഞങ്ങളുടെ വായിൽ നിന്നും, ഞങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്നും, ഞങ്ങളുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത് കർത്താവേ. ഒരു പുതിയ അഭിഷേകം ഇന്ന് രാത്രി പകരണമേ, ഒരു പുതിയ ശക്തി അവിടെ മേൽ പകരണമേ. ഈ കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഈ തലമുറകളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിന്റെ കരവരമേൽ വെച്ചതോർത്ത് സ്തോത്രം, നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കുന്നതോർ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകളും